സ്വതന്ത്ര സുവിശേഷ പ്രവർത്തകനായ വിഷ്ണുലാൽ ബൈബിൾ കോളേജ് ഗ്രാജുവേറ്റാണ്. ദൈവിക അത്ഭുതങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ അനേക അനുഭവങ്ങൾ സാക്ഷി കൂടാരത്തിൽ വിഷ്ണുലാലിന് നമ്മോട് പറയുവാനുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം പിറവിയെടുത്തത് 30ഓളം ഗാനങ്ങളാണ്. വ്യക്തിപരമായ ദൈവശബ്ദം ശ്രവിച്ച നിരവധി അനുഭവങ്ങൾ. ദൈവിക കരുതൽ രുചിച്ചറിഞ്ഞ ഈ അനുഭവങ്ങളെ നമ്മോട് പങ്കുവയ്ക്കുകയാണ് വിഷ്ണുലാൽ. സാക്ഷി കൂടാരം എന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവം ചെയ്ത ചില സാക്ഷ്യങ്ങളെ ഓർക്കുവാൻ, ദൈവം തന്ന നന്മകൾക്കായി, ഈ സാഹചര്യങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ പേര് വിഷ്ണുലാൽ എന്നാണ്. ഞാൻ കുടുംബമായി ദൈവവേലയിലായിരിക്കുന്നു. ഞാനും വൈഫും 2 മക്കളുമായി ദൈവവേലയിലായിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം വളരെയധികം പ്രയാസങ്ങൾ കൂടെ ഞങ്ങൾ കടന്നു വന്നതാണ്. ഞങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരാൻ കാരണമായത് എൻ്റെ മാതാവാണ്. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അടിക്കടി ഉണ്ടായ പല പ്രശ്നങ്ങളാൽ സാമ്പത്തികമായി വളരെയധികം പ്രതികൂലത്തിൽ കടന്നു പോവുകയും ഒരു നേരം ആഹാരത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായ അനേക സാഹചര്യങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരിക്കൽ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, എല്ലാ ദിവസവും മിക്കവാറും സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ആഹാരം കാണത്തില്ല. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ മിക്കവാറും ഒന്നും കഴിക്കാൻ വീട്ടിലുണ്ടാകുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. ആ സാഹചര്യം ഞാനൊരു സമയത്ത് പറഞ്ഞു, അപ്പോൾ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ എനിക്ക് പയറും കഞ്ഞിയും വേണം. അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും അമ്മയെടുത്ത് ഒന്നും കൂടെ പറഞ്ഞു, ഇന്ന് എനിക്ക് വൈകുന്നേരം എന്തായിരുന്നാലും പയറും കഞ്ഞിയും കഴിക്കാൻ വേണം എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോയി. ഞാൻ പോയപ്പോൾ പ്രിയ മാതാവിനുണ്ടായ വലിയ വിഷമമുണ്ട്. കാരണം ചില ദിവസങ്ങളായി വീട്ടിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു തീരുമാനമെടുത്തു. അന്ന് ഞങ്ങൾ ദൈവത്തിനൊന്നുമല്ല, പുള്ളിക്കാരി ഒരു തീരുമാനമെടുത്തു. ആ കാലങ്ങളിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മരണമാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വീട് പോലും അറിയണമെന്നില്ല. എന്നാൽ ആ കാലങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയൽവക്കക്കാരെല്ലാവരും വന്ന് പയറും കഞ്ഞിയും വയ്ക്കുന്ന ഒരു പതിവ് ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ മാതാവ് ഒരു തീരുമാനമെടുത്തു, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു നേരം ആഹാരം ലഭിക്കും എന്ന ഒരു ചിന്തയോടുകൂടി ആ പുള്ളിക്കാരത്തി ഒരു ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൂയിസൈഡിൻ്റെ എതിരേക്ക് പുള്ളിക്കാരത്തി പോകാനായി തോന്നുന്നു. അങ്ങനെ വാതിലടച്ച് കഴിച്ചാൽ മരിക്കത്തക്ക ഒരു വിഷമെടുത്തുകൊണ്ട് റൂമിൽ പോയി, ഏതെങ്കിലും ഒരു ദൈവം ആണല്ലോ, ദൈവത്തെ അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരത്തി ആ വിഷമെടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് അത് കഴിക്കാം എന്നൊരു തീരുമാനത്തോടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഭവനത്തിൽ ആ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സഭയിൽ 1-2 വിശ്വാസികൾ കടന്നു വരികയും വീട്ടിൽ വന്ന് വിളിക്കുകയും ഒരു അനക്കമില്ലാത്തത് കൊണ്ട് വ്യക്തിപരമായി അറിയുന്ന 1-2 സഹോദരിമാർ വീട്ടിലകത്തേക്ക് കയറി വരികയും പ്രിയ മാതാവിനെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാണുകയായി തീർന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ദൈവത്തെക്കുറിച്ച് അന്ന് ആ പ്രിയ മാതാവ് അറിയുവാനിടയായി തീർന്നു. അന്ന് പ്രിയ മാതാവ് ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ദൈവം അത്ഭുതകരമായി ആ നാൾ തൊട്ട് ഇന്ന് വരെയും ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ദൈവത്തിൽ വന്നതിന് ശേഷം നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം കുടുംബത്തിലുണ്ടായി തീർന്നു. ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതത്തിൽ ഒരു ലക്ഷ്യം ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ തരുവാനായി തീർന്നു. അനേകം പേര് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവത്തിന് ഒരുപാട് പൈസ ലഭിക്കും, ഞങ്ങൾക്ക് ആർക്കും പൈസ തന്നിട്ടില്ല, ഞങ്ങൾ ആരെയും പൈസ ചോദിച്ചിട്ടുമില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുത്ത ഒരു സ്ഥാനം, അതുപോലെ ദൈവം ഞങ്ങളെ നടത്തുവാനായി തീർന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൽ വന്ന ഉടനെയല്ല സമ്പത്ത് ലഭിക്കും. നമ്മൾ ദൈവത്തിൽ തുടർച്ചയായി നിലനിൽക്കുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവർ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശം വാഗ്ദത്തത്തിലേക്ക് കടന്നു പോകുന്നവരെ ഒരു റേഷൻ ടൈപ്പ് ജീവിതമായിരുന്നു. അന്നേക്കുള്ള ആഹാരം മാത്രം ലഭിക്കത്തുള്ളൂ. അവർ കനാൻ ദേശത്ത് എത്തിയപ്പോഴാണ് അവർക്ക് അളവില്ലാത്ത നന്മ അവർക്ക് ലഭിക്കാനായിരുന്നു. പല വ്യക്തികളും ദൈവത്തിന് പിന്മാറിപ്പോകേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ മിസ്രൈം പോലെ നമ്മുടെ ഇതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഉടനെ നമുക്ക് ഒരുപാട് നന്മ വേണം, പിറ്റേ ദിവസം ഒരുപാട് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിന് പിന്മാറിപ്പോകേണ്ടായിത്തീരും. എന്നാൽ നമുക്കൊരു വാഗ്ദത്തം, ദൈവത്തിൽ വരുന്ന എല്ലാവർക്കും ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിന്നെ വാലല്ല തലയാക്കാം. പലപ്പോഴും നമ്മൾ പിറ്റേ ദിവസം തന്നെ വലിയ ആളാ നോക്കുമ്പോൾ നമുക്കത് ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിൽ നമ്മൾ പിന്മാറിപ്പോടായിത്തീരും. എന്നാൽ നോക്കിക്കൊണ്ട് വാഗ്ദത്തം ലഭിക്കുന്നത് വരെ ഇസ്രായേൽ മക്കൾക്ക് ദിവസം മന്ന ലഭിച്ചു, അന്നേക്കുള്ള ആഹാരം മാത്രമേ ലഭിച്ചുള്ളൂ. കുറച്ച് കൂടുതലും കിട്ടില്ല, കുറച്ചും ലഭിച്ചില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ആ വാഗ്ദത്തം ലഭിക്കുന്നത് വരെ ദൈവം അന്നേക്കുള്ള ആഹാരം മാത്രമേ തരൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ നാളുകളാണ് ദൈവം നമ്മളെ ഒരുക്കുന്നത്. എൻ്റെ സാക്ഷ്യത്തിലൂടെ ഉറപ്പായിട്ട് പറയാൻ, കാരണം ദൈവം നമ്മളെ ഈ നടത്തുന്ന ഈ
റേഷൻ ടൈപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ അന്നന്നേക്കുള്ള ആഹാരം തന്ന് നടത്തുന്ന ആ നാളുകൾ ദൈവം നമ്മളെ ഒരുക്കുകയാണ് ചെയ്തത്. നമ്മളെ ഒരുക്കിയാണ് ദൈവം നമ്മൾ ആ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരിക്കൽ ഞങ്ങളായിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ജപ്റ്റ് നോട്ടീസ് വന്നു, ഈ അടുത്ത ആഴ്ച അടച്ചില്ലെങ്കിൽ ജപ്റ്റ് ആകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ മനസ്സിന് നല്ലൊരു ബലം, ദൈവം നമ്മളെ നടത്തും എന്നുള്ളൊരു ബലം. അന്ന് ആ സമയത്ത് ഞങ്ങൾ പോകുന്ന സഭയുടെ പണിയാണ്. അപ്പോൾ ഓരോ കുടുംബത്തിന് ഒരു നിശ്ചിത എമൗണ്ട് എല്ലാവരും ആ പണിക്ക് വേണ്ടി എഴുതി. എല്ലാവരും പൈസ കൊടുത്തു, ഞങ്ങളുടെ ഭവനം മാത്രം ആ പൈസ കൊടുത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും ദേവദാസൻ വിളിച്ച് പറയും, ഇന്ന വീട്ടിലുള്ളവർ പൈസ തന്നില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിനൊരു വലിയൊരു പ്രയാസം, എങ്ങനെയെങ്കിലും പൈസ കൊടുക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഈ 2 സംഭവം ഒരേ സംഭവത്തിൽ വന്നു. അപ്പോൾ ഒരു ദിവസം ഈ ബാങ്കിൽ അടയ്ക്കാൻ കുറച്ച് പൈസ വന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് നമുക്ക് ബാങ്കിൽ അടയ്ക്കണമോ അതോ നമുക്ക് സഭയുടെ പണിക്ക് കൊടുക്കും? അപ്പോൾ ഞാൻ ഒരു സംശയമില്ലാതെ പറഞ്ഞു, നമുക്കിത് സഭയുടെ പണിക്ക് കൊടുക്കും. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ ദേവദാസൻ വിളിച്ച് പറയില്ല. അപ്പോൾ സഭയുടെ പണിക്ക് കൊടുക്കാം. വളരെ സന്തോഷത്തോടെ അങ്ങനെ ഞാനും മാതം കൊണ്ട് ഇത് സഭയുടെ പണിക്ക് വേണ്ടി കൊടുത്തു. അടുത്ത ആഴ്ചയായപ്പോൾ അമ്മ ബാങ്കിലേക്ക് കടന്നിട്ട് പറയാണ്, എനിക്ക് കുറച്ച് ദിവസം കൂടെ സാഹചര്യം തരണം ഇത് ലോൺ അടയ്ക്കാനായിട്ട്. അപ്പോൾ ആ ബാങ്കിലെ ഓഫീസർ അത് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഈ ലോൺ അടയ്ക്കേണ്ട. അപ്പോൾ പറഞ്ഞു, അത് കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ സ്കീം വന്നു, പഴയ ലോണെല്ലാം എഴുതി തള്ളിയെന്ന് പറയുന്നത്. ഒരു അത്ഭുതകരമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് നോക്കുക, നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവവും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ചെയ്യടായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ നടത്തുന്ന അത്ഭുതകരമായിട്ട് നമ്മളെ ദൈവം വിളിച്ച് നടത്തുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയും. 1 വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ഡിഗ്രി കഴിഞ്ഞു, ഒരു ബൈബിൾ കോളേജിൽ പോകണം, പഠിക്കണമെന്നൊരു ആഗ്രഹത്തോടെ ഏതാണ്ട് 1 വർഷത്തോളം പ്രാർത്ഥിക്കുക. അതിൻ്റെ ഫലമായി എനിക്ക് SIBBC എന്ന ഒരു കോളേജിൽ കോയമ്പത്തൂരിൽ പഠിക്കാൻ ദൈവം സാഹചര്യം തന്നു. അവിടെ വർക്ക് ചെയ്യുവാനും പഠിക്കുവാനൊക്കെ ഉള്ള സാഹചര്യം ദൈവം തന്നു. അവിടെ നിന്ന് ഗ്രാജുവേഷൻ ചെയ്യുവാനും തുടർന്ന് പല സ്ഥലത്തും മിനിസ്ട്രി ചെയ്യുവാനും അതുപോലെ അനേകരെ പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം എന്നെ സാഹചര്യം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ സ്വന്തമായിട്ടൊരു ദൈവവേല ചെയ്യുന്നുണ്ട്. നസ്രായി മിനിസ്ട്രി എന്ന പേരിലൊരു ദൈവവേല ചെയ്യുന്നുണ്ട്. ബൈബിൾ ക്ലാസ്സുകളും സഭയും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം അതിശയകരമായി നടത്തും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് എനിക്ക് 2 മക്കളാണ്, ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ മകൾ കഴിഞ്ഞ് ഏതാണ്ട് 7-8 വർഷം കഴിഞ്ഞാണ് രണ്ടാമത്തെ മകൾ ലഭിക്കുകയായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ മകൾ ലഭിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇതിനു വേണ്ടി പോയ സമയത്ത് ഡോക്ടർ അന്ന് ഒരു ദിവസം രാത്രിയാണ് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, കൊച്ചിന് ഹാർട്ട് ബീറ്റില്ല, അതുകൊണ്ട് ഇതിനെ അബോർട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. വളരെയധികം ഭാരത്തോടു കൂടി മകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങൾ രാവിലെ ഇനി സ്കാൻ വേണമെങ്കിൽ എടുത്താൽ മതി, പക്ഷേ എങ്കിലും മനസ്സിൽ ഒരിക്കൽ കൂടെ സ്കാൻ എടുക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ രാത്രി 9 മണിക്ക് ഞങ്ങൾ അവിടെ സ്കാൻ എടുക്കുന്നു. അതിൽ ലൈഫില്ല, അബോർട്ട് ചെയ്യാൻ അവർ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു 7-8 മണിക്ക് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അതിൻ്റെ പുറത്തിരിക്കുകയാണ്. പ്രിയമകളെ സ്കാൻ സെൻ്ററിനകത്ത് പോയി. അപ്പോഴും ഞാൻ ഒരു തമിഴ് ഗാനം, എനിക്ക് ഒരു ദൈവത്തിൻ്റെ ഗാനം. അപ്പോൾ ആ ഗാനം എങ്ങനെയാണ്, തീർന്നതിൽ തുടക്കത്തെ നൽകുന്നത് ദൈവം. നോക്കണം, ആ തീർന്നതിൽ നമ്മുടെ ദൈവത്തിൻ്റെ തീർന്ന ഒരു കാര്യത്തിൽ നമുക്ക് തുടക്കം തരാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഈ ഗാനം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, കർത്താവേ, ഒരു തീർന്നു പോയ കാര്യത്തിൽ തുടക്കത്തെ തരുവാൻ നിനക്ക് കഴിയുമെന്നെങ്കിൽ ഇപ്പോൾ ആ ജീവൻ ഇല്ല എന്ന് പറഞ്ഞ ആ പൈതല് ജീവൻ ഉണ്ടാകണമെന്ന്, അതിന് ഹാർട്ട് ബീറ്റ് കിട്ടണമെന്ന് പറയാം. ഒരു അത്ഭുതമായിട്ട് ദൈവം ആ നാളുകൾ നടത്തിയെന്ന് തന്നെ പറയാം. അന്ന് ആ സ്കാൻ കഴിഞ്ഞ് വരുമ്പോൾ ആ ഹാർട്ട് ബീറ്റ് നോർമൽ, അതൊരു അതിശയം. രാത്രി ഇല്ല, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ഹാർട്ട് ബീറ്റ് ലഭിക്കുകയായിരുന്നു. ദൈവം ഇന്ന് മകൾക്ക് 3 വയസ്സാണ് ആകാൻ പോകുന്നത്. ദൈവത്തിന് ഇഷ്ടം. അപ്പം ദൈവം നമ്മളെ നടത്തുന്നത് അത്ഭുതകരമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു വചനം പറഞ്ഞു, പലപ്പോഴായി ലഭിക്കുന്ന മഴ, അത് ഭൂമി അത് കുടിച്ചിട്ട് അത് മുള്ളും നല്ലതും ചീത്തയുമായിട്ടുള്ള ബലത്തെ പുറപ്പെടുവിക്കും. എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ലഭിക്കുന്ന മഴ അത് ശേഖരിച്ചു വെച്ച് ചിലതിൽ നല്ല ബലങ്ങളുണ്ടാകും, എന്നാൽ ചിലത് മുള്ളും അല്ലെങ്കിൽ പറക്കാരെയും പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിടാത്തരും. അപ്പോൾ നോക്കണം, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു വലിയ ദൂതാണ് അതിലുള്ള. കാരണം നമ്മുടെ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞ വല്ലപ്പോഴായി ദൈവം തരുന്ന അത്ഭുതങ്ങൾ അതൊരു മഴയ്ക്ക് തുല്യമാണ്. വേദപുസ്തകം പറയുന്നു,
കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുന്ന മക്കളായി തീരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പലപ്പോഴായി നമ്മളെ ദൈവം നടത്തി ആ കേട്ട വചനത്തെ നമ്മൾ അത് ഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻപടി നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി തീരണമെന്നാണ്. ആമേൻ. അല്ലാതെ ചില വ്യക്തികളുടെ എല്ലാ ദിവസവും നമുക്ക് നന്മ വേണം, എല്ലാ ദിവസവും ദൈവം വെളിപ്പാട് വേണം, എല്ലാ ദിവസവും ഇങ്ങനത്തെ ആശയത്തിൽ പോകുന്ന ഒരു തലമുറയാണ് ഈ സമയം. നമുക്ക് എല്ലാ ദിവസവും ചില വ്യക്തികൾ എല്ലാ ദിവസവും വെളിപ്പാട് ചോദിക്കുക, എല്ലാ ദിവസവും അല്ലെങ്കിൽ പ്രവചനങ്ങൾ ചോദിക്കുന്ന ഒരു കാലം. അങ്ങനെയല്ല. നമുക്ക് പലപ്പോഴായി ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തം, ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ കനാൻ ദേശത്തിൽ എത്തിക്കാമെന്ന്. ആ വാഗ്ദത്തം ലഭിക്കുന്നത് വരെ അവർ വിശ്വാസത്തോടെ അവരെ യാത്ര തുടങ്ങുവാനായി തോന്നും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ലഭിക്കുന്ന ഈ സാക്ഷ്യങ്ങൾ, ദൈവം തരുന്ന വിടുതലുകൾ, നമ്മൾ അല്ലെങ്കിൽ ഒരു നന്മയില്ലാത്ത സമയത്ത് ഈ സാക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു നിലനിൽപ്പുണ്ടാകുന്നത്. ദൈവം നൽകിയ ഈ സാക്ഷ്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ നമ്മൾ ഓർക്കണം. അപ്പോഴാണ് വീണ്ടും നമുക്ക് ശക്തി പ്രാപിച്ച് മുന്നോട്ട് കടന്നു പോകാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന മക്കളെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വെറുതെ അല്ല. ദൈവത്തിന് നമ്മുടെ മേൽ വലിയ ഒരു പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ അല്ലെങ്കിൽ അല്പമായ കാര്യത്തിൽ ദൈവം നമ്മളെ വിളിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ട് തുടങ്ങിയ കാര്യം അല്ലെങ്കിൽ ആ ഒരു അല്പമായി തുടങ്ങി അത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ അത് ഏറ്റവും ഭംഗി അത് പൂർത്തീകരിക്കുന്നു ദൈവം പറയാൻ ഇടയായിത്തോളും. ദൈവത്തിന് സ്തോത്രം. ഈ മിനിസ്ട്രി കാലങ്ങളിൽ ദൈവം ഒത്തിരി ഗാനങ്ങൾ എഴുതുവാൻ എന്നെ സഹായിച്ചു. 10-30ഓളം ഗാനങ്ങൾ ഞാൻ എഴുതി ഞങ്ങളെ സഭയിൽ പാടും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം ചെയ്ത നന്മകൾ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരാത്തതാണ്. നമ്മൾ പലപ്പോഴും വീണു പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുമെന്ന് വാഗ്ദത്തം ചെയ്യും. ദൈവം പറഞ്ഞ് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരു നാളും നമ്മൾ എന്ത് ചെയ്യില്ല, കൈവിടാത്ത ദൈവമാണ്. ചെറുപ്പം മുതൽ തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് വിഷ്ണുലാൽ കടന്നുപോയത്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്ക് പിന്നിലും ദൈവത്തിന് നമ്മെക്കുറിച്ച് ശുഭകരമായ ഒരു പദ്ധതിയുണ്ട് എന്ന് വിഷ്ണുലാൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ നടത്തിയ ഒരുപാട് വഴികളുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രധാനമായി ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം എന്നെ വിടുതലാക്കിയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാനും എൻ്റെ മകളുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം ഞങ്ങളുടെ ടൂ വീലറിൻ്റെ പിറകിലായിട്ടൊരു ഒരു പട്ടി വന്ന് അത് ഇടിക്കുകയും, അത് ഞങ്ങൾ കാണുന്നില്ല. ഈ ഒരു സംഭവം വരുന്നതും ഇടിക്കുന്നതും പോകുന്നതൊന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ പ്രിയ മകള് തൊട്ട് പിറകിലാണ്. എങ്കിൽ ഞാൻ വളരെ സ്ലോവിലാണ് ഞാൻ പോയത്. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മകള് പുറകിലിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കരം കൊണ്ട് മകളെ പിടിച്ചിട്ട് ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് വിടുകയായി തീർന്നു. ദൈവം ഇതിൽ അവൾക്കാണെങ്കിൽ വേണ്ട രീതിയിലൊരു സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും അവൾക്ക് യാതൊരു ആപത്തും വരാതെ ദൈവം കാത്തു. അതുപോലെ തന്നെ വാഹനത്തിനുമില്ല. ഞാൻ ഇവളെ പിടിച്ചുകൊണ്ട് ഞാൻ തറയിൽ നിന്ന് വീഴുന്നത് കൊണ്ട് എൻ്റെ കൈ തറയിലിടിക്കുകയും ഈ കൈയുടെ തോൾ ഭാഗം അത് അവിടെ എല്ല് ബ്രേക്കാകുകയും വളരെയധികം പ്രയാസത്തിൽ ആവുകയിടയെത്തി വന്നു. അന്ന് ആ സമയത്തിൽ പെട്ടെന്ന് തന്നെ ബോധം നഷ്ടപ്പെടുകയും അങ്ങനെ ദൈവം അവിടെ 1-2 വ്യക്തികൾ ഒരുക്കി ഞാൻ ഹോസ്പിറ്റലിലാകുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഈ കൈ നേരെയാകത്തുള്ളൂ. അങ്ങനെ വളരെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയും ഹോസ്പിറ്റലിൽ പോകുന്ന സമയം ഡോക്ടർ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചു, ഇത് ഓപ്പറേഷൻ വേണമോ അതോ നിങ്ങൾ എന്താണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട, എനിക്ക് കയ്യിൽ കെട്ടി വേൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു തീരുമാനപ്രകാരം അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാതെ എൻ്റെ കൈ കെട്ടിവെക്കുകയായി തോന്നുന്നു. അങ്ങനെ കെട്ടിവെക്കുകയും 2-3 മാസം എനിക്ക് റെസ്റ്റിലാകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കടന്നു പോയിട്ടായിരുന്നു. ദൈവം ഒരു വലിയൊരു ഓപ്പറേഷൻ തന്നെ എന്നെ ദൈവം വിടുതലാക്കിയോടായി തീർന്നു. അങ്ങനെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല. ഞാൻ വീണിൽ എൻ്റെ മകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുവാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവം എൻ്റെ കയ്യിലും ദൈവമേ അത് കീറിയൊരു ഓപ്പറേഷൻ്റെ ഇതിലേക്ക് പോകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവം അതേപോലെ തന്നെ എനിക്ക് ദൈവം എന്നെ വിടുതലാക്കുവാനായി തീർന്നു. ഇങ്ങനെ എൻ്റെ മിനിസ്ട്രിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അനേക പ്രയാസങ്ങളുടെ സാഹചര്യത്തിൽ കടന്നു പോയപ്പോഴും ദൈവം എന്നെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ദൈവത്തിൽ ഈ ദൈവവേല ചെയ്യുന്ന സമയത്ത് ആദ്യം
ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് തമിഴ്നാട് മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ കടന്നു പോകുന്നത് പതിവാണ്. തമിഴ്നാട് മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും കടന്നു പോകും. ആ സമയത്ത് ഞങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് മിനിസ്ട്രി ആയിട്ടാണ് ഈ മിനിസ്ട്രി തുടങ്ങിയത്. ദൈവം ഒരു നല്ലൊരു വിഷൻ ഞങ്ങളുടെ ഹൃദയത്തിൽ തരികയും ഞാനും വൈഫും കുടുംബമായി തന്നെ ഞങ്ങൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പല ദേശത്തിലും ദൈവവേലയുമായിട്ട് കടന്നു പോയതായിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കുന്ന ചില സമയം നമ്മൾ പോയി വരുമ്പോൾ അതിന് ആവശ്യമായ സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടാവില്ല. എങ്കിലും വിശ്വാസത്തോടെ ആ പല ദേശങ്ങളും കടന്നു പോകുവാനും പല വ്യക്തികളെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവം ആ നാളിൽ ഉപയോഗിച്ചു. ആ നാളുകളിൽ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ പലപ്പോഴും പെട്രോൾ സഫീഷ്യൻ്റ് ആയിരിക്കത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ സ്ഥലങ്ങളിൽ പോയി അത്ഭുതകരമായ ചില നാളുകളിൽ മടങ്ങി വന്നിട്ടുണ്ട്. ദൈവം അവിടെ വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസം ഈ മിനിസ്ട്രി വിട്ട് നമുക്ക് പുറത്ത് വരണം എന്നൊരാഗ്രഹം, മിനിസ്ട്രി വിട്ട് നിറയെ പ്രാവശ്യം ഞാൻ ഇത് വിട്ട് വരുവാനായിട്ട്, ഈ മിനിസ്ട്രി വിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലേക്ക് പോകണമെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിളി എൻ്റെ മേൽ ഉണ്ടായിരുന്നുള്ളതാണ് സത്യം. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേയും ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ മാതാവ് ഇടയ്ക്ക് പറയും, ദൈവവേല ചെയ്യണം, വചനം പഠിക്കാൻ പോകണം എന്നൊക്കെ പലപ്പോഴും പറയുമ്പോഴെല്ലാം ഞാൻ പ്രിയ മാതാവിനെ എതിർക്കുകയും ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ലെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഒരു പ്രത്യേക മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തീർന്നു. എൻ്റെ മനസ്സിൽ ദൈവ ആത്മാവ് ഞാൻ ഇങ്ങനെ ഇടപെട്ടത്, ഞാനെന്നും അമ്മയുടെ അടുത്ത് ഇങ്ങനെ വഴക്കാണ്, ഞാൻ പോകണോ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലൊരു തീരുമാനം, ദൈവമേ ഞാൻ ദൈവവേലയ്ക്ക് പോകണമെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കണമെന്ന് ഞാൻ ഒരു തീരുമാനം എൻ്റെ മനസ്സിലെടുത്തു. അപ്പോൾ ആ ദൈവദാസൻ, സാധാരണ ഞാൻ മെസ്സേജൊന്നും നമ്മുടെ മെസ്സേജൊന്നും അധികം ശ്രദ്ധിക്കാറില്ല, നമ്മൾ പോയിരിക്കും, ആരാധന ലക്ഷ്യമായിട്ടാണ് മിക്കവാറും. എന്നാൽ ആ സമയം ഒരു തീരുമാനം എടുത്തപ്പോൾ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ദൈവദാസൻ പെട്ടെന്നൊരു വചനം പറഞ്ഞു, പത്രോസിനെ കുറിച്ചാണ് പറഞ്ഞത്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കാം. അങ്ങനത്തെ ആ ഒരു വേദഭാഗം ആ ദൈവദാസൻ അന്ന് മെസ്സേജ് കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം എന്നോട് വ്യക്തമായി ദൈവ വേല ചെയ്യണമെന്ന് ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ഒരു ഉറച്ച തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഞാൻ ഭവനത്തിൽ വന്ന് മാതാവിനോട് പറഞ്ഞ, ഞാൻ വചനം പഠിക്കാനായിട്ട് പോകാം, കാരണം എന്നോട് ദൈവം വ്യക്തിപരമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഏതാണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കടായി തുറന്നു. ആമേൻ. പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത്, കോളേജിൽ പോകുന്ന സമയത്തും അങ്ങനെ, കോളേജിൽ പോകുന്ന സമയം നമുക്ക് ആ സമയത്ത് തന്നെ കോളേജിൽ ഏതാണ്ട് ഒരു മാസം ഏതാണ്ട് 2000 അല്ലെങ്കിൽ 3000 രൂപയോളം നമുക്ക് ചിലവുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് സാമ്പത്തികമായി നമ്മുടെ മാസം ഫീസ് അടയ്ക്കണം, ഇതിനുള്ളൊരു സാഹചര്യങ്ങളൊന്നും കോളേജിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ആ കോളേജിൽ പോകുവാനും പഠിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചത്. അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കലും കോളേജിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നെ നടത്തിയ വഴി ഓർക്കുകയാണ്. കോളേജിലിരിക്കുന്ന സമയം ഒരു ദിവസം എനിക്ക് നമ്മൾ എല്ലാ കാര്യം നമ്മൾ തന്നെ വാങ്ങണം, സോപ്പ്, എണ്ണ, നമുക്ക് ആവശ്യം എല്ലാ സാധനവും നമ്മൾ വാങ്ങണം. ഒരു ദിവസം ആയ സമയത്ത് മിക്കവാറും ഈ സമ്പത്തെല്ലാം മാതാവ് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും, അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവിടെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരു ദിവസമായപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, ഈ ഒരു സാധനം വാങ്ങാൻ പൈസയില്ല, ആരടുത്ത് ചോദിക്കണമെന്നറിയില്ല, അന്ന് സോപ്പില്ല, പേസ്റ്റില്ല, എണ്ണ ഒന്നുമേ ഇല്ല. അങ്ങനെ ഒരു വിദേശ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ്, നമ്മുടെ ഇവിടെ നിന്നല്ല വേറൊരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 ദിവസം അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാനൊരു ദിവസം ക്ലാസ്സിന് പോയി മടങ്ങി വന്ന സമയത്ത് എൻ്റെ കട്ടിലിൽ ഒരു കവറിൽ എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ച് ഒരു കവർ എൻ്റെ കട്ടിലിൽ ഒരാൾ വെച്ചിരുന്നു. ആരെന്ന് ഇന്നും എനിക്കറിയത്തില്ല. അതിൽ ഒരു അത്ഭുതകരമായിട്ട് തന്നെ ദൈവം പലപ്പോഴും, അപ്പം ദൈവം എന്നെ നടത്തിയിട്ടുണ്ട് അത്ഭുതകരമായി. എനിക്ക് ആവശ്യമായി ഏതാണ്ട് 2-3 മാസത്തിന് ആവശ്യം എല്ലാ സാധനങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുട്ടിക്കാലം മുഴുവൻ വളരെയധികം പ്രയാസത്തിൽ കടന്നുപോയ ഒരു കാലം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു വസ്തു വാങ്ങി, ആ വസ്തു വാങ്ങി അതിൽ സിവിൽ കേസ് ഉണ്ടാക്കി. കുറേ വർഷങ്ങൾ ആ കേസിൻ്റെ പുറകിലായിരുന്നു. പിന്നെ മാറി മാറി വന്ന രോഗങ്ങൾ, പിതാവ് ജോലിക്കായി കടന്നു പോകും, അവിടെ നിന്ന് രോഗിയായി കടന്നു വരും. ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം
ഞെരുക്കത്തിൽ കൊണ്ടുപോയിട്ടായി തീർന്നു. അങ്ങനെ വളരെയധികം ആഹാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നു ആ കാലങ്ങൾ. ഞാനൊരിക്കൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞങ്ങൾ സാധാരണ സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം ഞങ്ങൾ ഞാൻ പറഞ്ഞ രാവിലെയോ ഉച്ചയ്ക്കൊന്നും വലിയ ആഹാരങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അന്ന് ആ സമയങ്ങൾ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ സ്കൂളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കഞ്ഞിയോ സംഭവങ്ങൾ എന്തെങ്കിലും കാണും. എന്നാൽ 8ാം ക്ലാസ്സിലെ സമയത്ത് ഈ താഴെ ക്ലാസ്സിലെ പിള്ളേർ കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് എന്തെങ്കിലും ലഭിക്കത്തുള്ളൂ. എന്നാൽ ആ ദിവസം ആയപ്പോൾ എനിക്ക് താഴെ ക്ലാസ്സിലുള്ള പിള്ളേർ കഴിച്ചതിന് ശേഷവും ബാക്കി ഫുഡ് വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്കും ഒന്നും കഴിച്ചില്ല. വൈകുന്നേരം ഞങ്ങളവിടെ ഒരു ട്യൂഷൻ സെൻ്ററുണ്ട്. അതിൽ അവിടുത്തെ സാർമാർ വലിയ കാര്യമാണ്, ഞങ്ങളവിടെ പഠിക്കുന്നുണ്ട് എങ്കിലും അവർ വലിയ കെയറോടുകൂടി നമ്മളെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. എങ്കിലും ആ വൈകുന്നേരം ആയ സമയത്ത് ഞാൻ ദേഹം മുഴുവനും ഭയങ്കരമായിട്ട് വിയർത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാഴ്ച ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി, ഇനി എന്നേക്കുമായി കാഴ്ച തിരിച്ചു വരില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ അവിടെ ഉള്ള അധ്യാപകർ വരികയും എന്നെ വിളിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും കഴിച്ചോ, ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ആഹാരം വാങ്ങിത്തന്നു. ഞാൻ കഴിച്ചിട്ടും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരികെ ലഭിച്ചില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഒരു ചായ അദ്ദേഹം കൊണ്ടുവന്നു. ഈ ചായ കുടിച്ചപ്പോഴാണ് കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരികെ ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇന്ന് വരെ അനേക ദിവസങ്ങളിൽ വിശന്നിരുന്നുണ്ട്. ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ വളരെയധികം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ദൈവം എങ്കിലും അവിടെയെല്ലാം നമ്മുടെ അത്ഭുതകരമായി ദൈവം എന്നെ നടത്തുവാനായി തീർന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത സംഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുടെ മധ്യത്തിലും നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിലും ദൈവത്തിൽ ഒരു പ്രത്യാശ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാനായി തീർന്നു. അനേക പ്രയാസങ്ങളിലൂടെയാണ് ദൈവത്തിൽ കടന്നു വന്നെങ്കിലും ഒരു പ്രത്യാശ ദൈവത്തിൽ നമുക്ക് കടന്നുവിടാൻ തീർന്നു. ആമേൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു പ്രത്യാശയാണ് നമുക്ക് ആവശ്യം. ഒരുപാട് പ്രയാസങ്ങളുണ്ട് എങ്കിലും ദൈവം ആ പ്രത്യാശയ്ക്ക് ഒത്തവണ്ണം ദൈവം നമ്മളെ നടത്തുവാനായി തീരും. ദൈവം അല്ലെങ്കിൽ നമുക്ക് വീഴുവാൻ തക്കവണ്ണം നമ്മളെ തള്ളിയെങ്കിലും നമ്മൾ വീഴുന്നു പോകില്ല എന്ന് പറഞ്ഞതുപോലെ അനേക പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാൽ നമ്മൾ ഒരു നാളും വീഴുന്നു പോകത്തില്ല എന്ന് ദൈവം നമ്മളെ പറഞ്ഞു. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ അവർ ശക്തി പുതുക്കി വീണ്ടും അവർ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞതുപോലെ ദൈവം നടത്തുവാനായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തത്തിന് ഒത്തവണ്ണം ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആമേൻ. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തത്തിന് ഒത്തവണ്ണം ദൈവം നമ്മെ ഒരുക്കുന്നുവെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. എന്ത് ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പലതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നാം ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവം അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരവുണ്ട്. നമ്മളൊരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ എനിക്കൊരു വാഹനം വേണം, ഒരു 4 വീലർ വേണം പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ആ 4 വീലർ പ്രാർത്ഥിക്കുന്ന സമയം നമുക്ക് വാഹനം ഓടിക്കാൻ അറിയണമെന്നില്ല, വേണ്ട അതിൻ്റെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് ഇതുപോലെ ഏത് വിഷയത്തിന് നമ്മൾ പ്രാർത്ഥിക്കും ആ വിഷയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആദ്യം ഒരുക്കും. അപ്പോൾ വാഹനം നമുക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മൾ വാഹനം ഓടിക്കാൻ നമ്മളെ പഠിപ്പിക്കും. അതിൻ്റെ ലൈസൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. വാഹനം കൊണ്ട് നിർത്തേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ആവശ്യം, അതിന് ആവശ്യം ഇന്ധനം വാങ്ങേണ്ട കാര്യങ്ങൾ നമുക്ക് വേണം. ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരണം. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഒരുക്കിയതിന് ശേഷമായിരിക്കാം ദൈവം നമ്മുടെ കയ്യിൽ ആ വാഹനം തരുന്നത്. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ ദൈവത്തോട് ഓരോ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭാരപ്പെട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് നിരാശപ്പെട്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിന് പിന്മാറി പോകാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുകയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ നിശ്ചയമായും അത് എൻ്റെ കരത്തിൽ തരും എന്ന ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പല പ്രയാസങ്ങളുണ്ടായി, പല ഞെരുക്കങ്ങളുണ്ടായി, പല ആപത്തുകളുണ്ടായി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിട്ട് ദൈവം എന്നെ കൈവിട്ടല്ലോ, ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുന്നില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ ഈ പ്രയാസങ്ങളുടെ പിറകിലെല്ലാം ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ
പ്രയാസങ്ങളാകട്ടെ, ആപത്തുകളാകട്ടെ, നിന്ദകളാകട്ടെ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലാകട്ടെ, ഇതിനെല്ലാത്തിനും ദൈവത്തിന് നമ്മുടെ മേൽ ഒരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി തീരും. ദൈവത്തിലുള്ള വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്കിത് മനസ്സിലാക്കിയില്ലെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ വിശ്വാസം കുറഞ്ഞ അവിശ്വാസികളായി തീരും. നമ്മൾ ദൈവത്തിലൊരു വിശ്വാസം, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കണമെന്നില്ല, എന്ത് പ്രാർത്ഥിച്ചാൽ ലഭിക്കണമെന്നില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറത്തില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അനേക പ്രയാസങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നാലും ദൈവത്തിൽ നമ്മുടെ ആശ്രയം ഒരു നാളും കുറഞ്ഞു പോരും. നിശ്ചയമായും നിൻ്റെ വിശ്വാസത്തിന് അല്ലെങ്കിൽ നിൻ്റെ പ്രതീക്ഷയ്ക്ക് ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തിന് ഒരു ഉത്തരമുണ്ട്. അത് നിശ്ചയമായും നിൻ്റെ അടുക്കൽ വരും. ആ വാഗ്ദത്തം പ്രാപിക്കുന്നത് വരെ വിശ്വാസത്തോടെ കടന്നു പോട്ടെ. ഞാൻ ഇസ്രായേൽ മക്കളുടെ കാര്യം കൂടെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദത്തം ലഭിച്ചു, മിസ്രൈമിൽ നിന്ന് ഇറങ്ങി കനാൻ ദേശം ലഭിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പലരും അത് അവിശ്വസിച്ചു, അവരുടെ യാത്രയെ തന്നെ അവിശ്വസിച്ചു. എല്ലാവരും കനാൻ ദേശത്തിൽ എത്തിയില്ല നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ വിരലിലെണ്ണുന്ന 1-2 മാത്രമേ ആ വാഗ്ദത്ത ദേശത്ത് അവർ എത്തിയുള്ളൂ എന്ന് കാണാം. കാരണം അവരുടെ യാത്രയിൽ അവർ ദൈവത്തിൽ അവിശ്വസിക്കുകയായിരുന്നു. ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ഞെരുക്കത്തിൻ്റെ മധ്യത്തിലൊക്കെ അവർ ദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോകാനായിത്തീരും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ ഒരു നാളും പിന്തിരിഞ്ഞു പോകുന്നതായി അല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ആ വിശ്വാസത്തിൽ സ്ഥിരത ഉള്ള മക്കളായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. വിശ്രമമില്ലാതെ ക്രിസ്തുവിനായി സമർപ്പണത്തോടെ സുവിശേഷ വേലയിൽ അധ്വാനിക്കുകയാണ് വിഷ്ണുലാൽ. സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു എന്ന സത്യത്തെ അനേകരോട് ഇന്നും വിഷ്ണുലാൽ സാക്ഷിക്കുന്നു.